ഈന്തപ്പനകൾ പൂത്തുലയുന്നൊരു നാടിൻ കഥ പാടാം. ഈ മരുഭൂവിൻ നന്മകളാലൊരു പഠിച്ചോനെ യഥാപത് കഥ യഥാപിക്കാണ്ട്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം സോണിച്ചനാണ്. ഞാൻ ഇന്ന് എനിക്ക് പുറയിൽ ഇന്ന് ട്രാവലിംഗ് വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളെ ഒരു സംഭവം കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊരു എന്നെ സംബന്ധിച്ച് ഞാനത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. എനിക്കതൊരു കൗതുകകരമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ വിശേഷമാണ് ഞാൻ പറയാൻ പോകുന്നത്. എനിക്ക് പിന്നിൽ കാണുന്നത് നിങ്ങൾ കണ്ടല്ലോ, ഇത് ഈന്തപ്പനയാണ് കേട്ടോ. ഈന്തപ്പന നമ്മൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ കണ്ടുവരുന്ന ഒരു സംഭവമാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഇത് വളരെ റെയറായിട്ടേ കാണാറുള്ളൂ. പക്ഷേ ഇത് മറ്റെങ്ങുമല്ല, നമ്മുടെ സ്വന്തം പത്തനംതിട്ടയിലാണ് കേട്ടോ. പ്രൈവറ്റ് സ്റ്റാൻഡിന്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് വണ്ടി കയറി വരുന്ന ആ ഭാഗത്തായിട്ടാണ് ഇതുള്ളത്. അപ്പോൾ ഇത് എന്നെ സംബന്ധിച്ച് കൗതുകമാണ്. ഇനി ഗൾഫിൽ പോകാത്ത ഒക്കെ ആൾക്കാർ ഈ പറഞ്ഞ ഈന്തപ്പഴം കായ്ച്ചു നിൽക്കുന്നതൊക്കെ കണ്ടിട്ടില്ലെങ്കിൽ, നല്ല ഈന്തപ്പഴ മരമുണ്ട്, അത് കായ്ച്ച് നല്ല ഫലങ്ങൾ പുറപ്പെടുവിച്ച് നല്ല നിറഞ്ഞു നിൽക്കുകയാണ്. കുറേ കൊലകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ഇതുപോലെ കുറേ മരങ്ങൾ ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ വിശേഷങ്ങളാണ് ഞാനതൊന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ആയിട്ട് വന്നത്. അപ്പോൾ നമുക്ക് അതിന്റെ ആ മരങ്ങളൊക്കെ ഒന്ന് കാണാം. ഇത് കേട്ടോ, നല്ല ഒന്നാന്തര ഈന്തപ്പഴമൊക്കെയാണ്. നോക്കി നല്ല കൊലകളായിട്ട് കേട്ടോ. ഇതൊക്കെ നിറച്ച് നല്ല കൊലകളായിട്ട് ഇങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ. നല്ല സംഭവങ്ങളാണ്. ഇത് കാണാനായിട്ടൊക്കെ നല്ല, നമ്മുടെ നാട്ടിലൊക്കെ ഇത് വളരെ റെയറാണ്. പക്ഷേ ഇത് ഞാൻ വന്ന് നേരി കണ്ടപ്പോൾ എനിക്ക് തന്നെ വലിയ അതിശയമായി കേട്ടോ. ഇതുപോലത്തെ കുറേ മരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ഇതുപോലെ ഈന്തപ്പഴത്തിന് നല്ല കുറേ മരങ്ങൾ ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇപ്പം അടുത്ത വർഷങ്ങളിലൊക്കെ കായ്ക്കുന്നതാണ്. ഏതായാലും ഇത് നമ്മളെ നിറച്ചും കായ്ച്ച് നമ്മളെ വിസ്മയിപ്പിച്ചിരിക്കുകയാണ്. ഇതാ ഒരുപാട് ആൾക്കാർ നമ്മുടെ ഈ ഈത്തപ്പഴം കായ്ച്ചു നിൽക്കുന്നത് കാണാനായിട്ട്, ഈ പന കായ്ച്ചു നിൽക്കുന്ന കാണാനായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അവരോട് നമുക്ക് ചോദിക്കാം. ചേച്ചി ഒന്ന് അടുത്ത് നിന്നു, ചേർന്ന് നിന്നു ചേച്ചി. ചേട്ടാ, ഇത് എവിടെ വീട്? എവിടെ? എന്റെ ഇവിടെ വന്നിട്ട് അടുത്ത ഒരു 15 കിലോമീറ്റർ ഇലവന്തിട്ട എന്ന് പറയും. ഞാനിങ്ങനെ വീഡിയോയിൽ കണ്ടിട്ട് ഇത് കാണാനായിട്ട് വന്നതാണ്. നമ്മൾ സൗദിയിലോ അല്ലെങ്കിൽ വേറെ ഗൾഫ് രാജ്യങ്ങളൊക്കെ പോയെങ്കിൽ നേരിട്ട് ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ. ഞാനിങ്ങനെ ഈന്തപ്പഴം തൊട്ട് പിടിക്കാനും ഈ ഈന്തപ്പഴം ആദ്യമായിട്ട് കാണാനായിട്ട് ഞാൻ വന്നു കാഴ്ചയിരിക്കുന്നത്. ഇത് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. എല്ലാവരും വന്ന് കാണണമെന്നാണ് ഞാനും പറയുന്നത്. ഇത് നമ്മുടെ നാട്ടിൽ ഇത് കാണുമ്പോൾ ഒരു കൗതുകം അല്ലേ? ശരിക്കും നമ്മള് ഗൾഫിലൊക്കെ ഇതിങ്ങനെ കാഴ്ച നിൽക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ഗൾഫിൽ കണ്ടിട്ടുണ്ട്, നമ്മൾ സിനിമയിൽ കണ്ടിട്ടുണ്ട്, നേരിട്ട് കാണാനായിട്ട് വന്നതാണ്. ഇതിപ്പോ ഞാൻ പറഞ്ഞ കാശ് മുടക്കിയൊന്നും എങ്ങും പോകണ്ട. നമ്മുടെ പത്തനംതിട്ട വന്നു കഴിഞ്ഞാൽ പ്രൈവറ്റ് സ്റ്റാൻഡിന്റെ അവിടെ ഈ സംഭവം കാഴ്ച നല്ല കൊല കുത്തി നിൽക്കുന്നു. അതിമനോഹരമായ എനിക്കൊരു കാഴ്ചയാണ് കാണാൻ പറ്റുന്നത്. വളരെ വേറെ കേരളത്തിൽ അങ്ങനെ ഇല്ല. രാജസ്ഥാനിലൊക്കെ കാഴ്ച പറഞ്ഞു കേട്ടിട്ടുണ്ട്. നേരിട്ട് കാണാൻ പറ്റുന്ന കൂടെ ഒന്നും മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞ എല്ലാവരും വന്ന് കണ്ടിട്ട് പോകണമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇതുപോലെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കാണാനായിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു വലിയ ഇവിടുത്തുകാരെയൊക്കെ സംബന്ധിച്ച് വലിയൊരു കൗതുകവും അത്ഭുതവും ഒക്കെ തന്നെയാണ്. കാരണം ഇപ്പൊ ഞാൻ വന്ന് കണ്ടപ്പോഴേ എനിക്കും ഒരു അത്ഭുതം തോന്നി. കാരണം ഗൾഫിലൊക്കെ ആ ചൂടത്ത് കായ്ക്കുന്ന സംഭവം മാത്രമാണ്. പക്ഷെ ഇവിടെ ഈ പറഞ്ഞ നമ്മുടെ ഈ നാട്ടിലെ ഈ പറഞ്ഞ ഇതുപോലെ കായ്ച്ചു നിൽക്കുന്ന സംഭവം ഇതുപോലെ നാട്ടിൻപുറത്ത് നമ്മുടെ നാട്ടിൽ ഇത് കാണുന്നത് വളരെ റയറാണ്. ഇതൊക്കെ ഇവിടെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ അദ്ദേഹമൊക്കെ ഇവിടെ വന്ന് വേണ്ടുന്ന നിർദ്ദേശങ്ങളൊക്കെ തരുന്നുണ്ട്. അദ്ദേഹമൊക്കെ കണ്ടില്ലേ, വേണ്ടുന്ന നിർദ്ദേശങ്ങൾ ഇവിടെ വരുന്നവർക്കൊക്കെ തരുന്നൊക്കെ ഉണ്ട്. അപ്പൊ ഏതായാലും നമുക്കിതൊരു കൗതുകം അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ട്. ഇത് നമ്മുടെ നാട്ടില് ഇത് വളരെ റെയറായിട്ട് കാണുന്ന കാര്യം അല്ലേ? എങ്ങും കണ്ടിട്ടില്ല. ഇപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് നമ്മുടെ നാട്ടിൽ ഇതുപോലെ നിൽക്കുന്നത്. മറ്റേ ഗൾഫില്, സൗദിയിലെ, കുവൈറ്റിലെ, അങ്ങനെ ഗൾഫ് കൺട്രീസിലേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെ കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. നിങ്ങളും അറിഞ്ഞു കേട്ട് വന്നാണോ? ഓക്കെ 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 ശരി. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം നിങ്ങളുടെ നാട്ടിൽ വന്നപ്പോ ഒന്നുകൂടെ ഒരു സന്തോഷം തോന്നില്ലേ? നമ്മുടെ നാട്ടിൽ ഇത് വന്നെന്ന് കാണും. ഓക്കെ. നല്ല നിറഞ്ഞ് കായ്ച്ച് നല്ല കായ്ഫലമായിട്ട് നിൽക്കുന്ന നല്ല ഈത്തപ്പഴം മരമാണിത്. പനയാണ് കേട്ടോ, ഇത് പനയാണ്. അപ്പോൾ ആ പന നിറച്ചും കായ്ച്ച് നിൽക്കുക കേട്ടോ. ഒരുപാട് കായ്ഫലങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ സാധാരണ കണ്ടിരിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലൊക്കെയാണ് അല്ലേ? ദുബായ്, അതുപോലെ കുവൈറ്റ്, അങ്ങനെയുള്ള ഗൾഫ് കൺട്രീസിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ ഇതിപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഇത് കണ്ടില്ലേ, നല്ല ഈ ചെറിയ മരമായി. ഇത് ഈ ചെറിയ മരത്തെ തന്നെ കണ്ടോ, ഇത്രയും ഒരുപാടുണ്ടായിരുന്നു. ഇപ്പൊ അതിന്റെ കായ്ഫലം ഇപ്പൊ കുറെയൊക്കെ കൊഴിഞ്ഞു പോയെന്നാണ് അവർ പറഞ്ഞത്. ഒരുപാട് നല്ല മഞ്ഞ നിറത്തിൽ ഇത് നല്ല വിളഞ്ഞു മുറ്റി കിടക്കുകയാണ്. നല്ല ടേസ്റ്റാണെന്നാണ് പറഞ്ഞത്. ഇവിടെ ചേച്ചിമാരൊക്കെ പരിചരിക്കുന്നുണ്ട്, വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലത്തെ കുറേ മരങ്ങളുണ്ട് കേട്ടോ. ഇതിപ്പം കണ്ടില്ലേ, ഇതൊക്കെ കായ്ക്കാറായി വരുന്നു. ഇതിലൊക്കെ കൊലയൊക്കെ ആയി വരുന്നു. അതൊക്കെ പൂത്ത് വരുന്നുണ്ട് കണ്ടോ. ഇത് ഇങ്ങനെ അവർ നല്ലപോലെ പരിചരിച്ചൊക്കെയാണ് നിർത്തിയിരിക്കുന്നത്. ഇത് എന്താണ്, പാറയ്ക്കകത്തൊക്കെയാണ് നിർത്തിയിരിക്കുന്നത്. എനിക്കൊന്ന് ചൂട് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം അവർ പാറയൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ, മുകളിലൊക്കെ ഇങ്ങനെ കൊലയായിട്ട് വരുന്നുണ്ട്. ഈ കാണുന്നതൊക്കെ കണ്ടോ, നല്ല കൊലയായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ മിക്കവാറും
ഉടനെ തന്നെ കായ്ക്കും. അപ്പോൾ അങ്ങനത്തെയാണ്. കുറേ മരങ്ങളുണ്ട്. ഇത് കണ്ടില്ലേ, പനകൾ കുറേ ഇങ്ങനെ നിൽക്കുന്ന കണ്ടോ. ഇതിൻ്റെയൊക്കെ ഇലകളൊക്കെ വെട്ടി ഒതുക്കി അങ്ങനെയാണ്. ഇത് കണ്ടിട്ടില്ല. അപ്പം നമ്മുടെ നാട്ടിൽ ഇത് വന്നപ്പോൾ എനിക്കൊരു കൗതുകമായി. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ കാണിക്കണം. ഇങ്ങനെ കുറേ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് പ്രൈവറ്റ് സ്റ്റാൻഡ് കേട്ടോ, പത്തനംതിട്ട പ്രൈവറ്റ് സ്റ്റാൻഡിന്റെ കയറി വരുന്ന ഭാഗത്തായിട്ടാണ്, വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്തായിട്ടാണ്. അപ്പോൾ ഏതായാലും ഇതെല്ലാവർക്കും ഇതൊരു കൗതുകം തന്നെയാണ്. കാരണം നമ്മുടെ നാട്ടിലൊക്കെ ഇത് കാണാത്ത സംഭവമാണ്. അപ്പോൾ ഗൾഫിലൊക്കെ പോകാത്ത ആൾക്കാരെ സംബന്ധിച്ചും ഒക്കെയുള്ള ആൾക്കാർക്കൊക്കെ ഇത് വന്ന് കാണാൻ, നമ്മുടെ നാട്ടിലെ ഇത് വന്ന് കാണാൻ പറ്റിയ ഒരു അവസരമാണ്. കാരണം ഇത്രയും നിറഞ്ഞൊക്കെ കായ്ച്ചു നിൽക്കുന്ന കാഴ്ച കണ്ണിന് കുളിർമയേറുന്ന ഒരു സംഭവമല്ലേ. അപ്പോൾ അതൊന്ന് നിങ്ങളിലേക്കൊന്ന് എത്തിക്കുക, നമ്മുടെ പ്രേക്ഷകരിലേക്കൊന്ന് എത്തിക്കുക എന്നുള്ള ഒരു കാര്യമാണ്. കാരണം ഞാൻ കാണുന്ന കാര്യങ്ങൾ എൻ്റെ പ്രേക്ഷകരും ഒക്കെ ഒന്ന് കണ്ട് സംതൃപ്തി ഒക്കെ ഒന്ന് അടയണം. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഞാനിങ്ങനെ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള കാണുന്ന കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കുന്നതാണ്. അപ്പം നാളെ നമ്മൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ, നന്ദി, നമസ്കാരം, താങ്ക് യു.